എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന രീതിയിൽ കുഞ്ഞിന് ഡോണർ ആവാനായി ചായുത്ത് ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്ന റിൻ എന്തായാലും ആ ഒരു ടീം കുഞ്ഞിന്റെ അച്ഛനല്ല ചായുത്ത് എന്ന കാര്യം മെഡിക്കൽ റിപ്പോർട്ട്സ് വരുമ്പോൾ എല്ലാവരും അറിയും എന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പൊ ദേ കാസയുടെ അടുത്ത് എന്ന് അവനാണ് കുഞ്ഞിന്റെ അച്ഛൻ ചായുത്തല്ല എന്ന കാര്യം അറിയിക്കുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള യഥാർത്ഥ റിപ്പോർട്ട്സും കൊടുക്കുന്നു. ഒപ്പം തന്നെ കാസയുടെ അച്ഛനെയും ആ കാര്യം അറിയിക്കുന്നു. കാസ വേഗം ഇതുമായി ചോരന് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവൾ ആകെ ഷോക്കാവുകയാണ്. അവൾക്ക് ഇത്രയും നാളെ ചായുത്താണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നല്ലേ വിചാരിച്ചിരുന്നത്, അത് പെട്ടെന്ന് അങ്ങനെ അല്ല, തന്റെ തെറ്റിദ്ധാരണയായിരുന്നു അത് എന്നറിയുമ്പോൾ ആകെ ഭയങ്കര ഒരു ഞെട്ടൽ. അപ്പോഴേക്കും കുഞ്ഞാണ് താൻ ആ ലഹരി മരുന്ന് ഒളിപ്പിക്കുന്ന സമയത്ത് തന്റെ പിറകിൽ ഉണ്ടായിരുന്ന ആള് എന്ന് കുഞ്ഞ് ആ ഒരു ഗാർഡന്റെ ഏരിയ വെച്ച് തന്നെ ബോധം കെട്ട് വീണതും പിന്നീട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമായ കാര്യങ്ങൾ അറിഞ്ഞ് തോൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോണിപ്പോ കുഞ്ഞിനെ ഉപദ്രവിക്കാനായി ആളുകളെ പറഞ്ഞു വിടുന്നു. ഈ ടീം കുഞ്ഞിന്റെ അടുത്തുണ്ടായിരുന്ന ചായുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി നോക്കി. അങ്ങനെ ചായുത്താകെ അപകടത്തിൽ പെടുന്നുണ്ട്. തുടർന്ന് ഹോസ്പിറ്റലിലുള്ള ചായുത്തിനെ കാണാനായി കാസ ചോനിനെയും കൂട്ടി പോകുന്നു. കുഞ്ഞിന്റെ ഫാദർ താനാണെന്ന കാര്യം കൂടി അറിയിക്കണം എന്ന രീതിക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ചായുത്തിന് അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന കാര്യമാണ് അറിയുന്നത്. കൂടാതെ ചായുത്ത് അല്ല കുഞ്ഞിന്റെ അച്ഛൻ എന്ന കാര്യം ചായുത്തിനോട് ഓൾറെഡി അവന്റെ അച്ഛൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ടീം ഭയങ്കര കുറ്റബോധത്തിലാവുന്നുണ്ട് ചോൻ. കാരണം അവളുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ടാണല്ലോ ചായുത്തിന് കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന ഒരു കാര്യം കൊണ്ട് അവനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാനാവാതെ അവൾ കുഞ്ഞിന്റെ അച്ഛൻ കാസയാണെങ്കിലും താൻ ഇനി കാസയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ റെഡിയല്ല, തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാഴ്ച നഷ്ടപ്പെട്ട ചായുത്തിനെ തനിക്ക് നോക്കണമെന്ന് അവൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഓൾറെഡി കാര്യങ്ങളൊന്നും കലങ്ങി തെളിഞ്ഞ് അവളെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോ കുഞ്ഞിന്റെ അച്ഛൻ താനാണ് എന്ന ഒരു അവകാശത്തിൽ താൻ എത്തിയപ്പോ ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്ന് ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ടായിരുന്നു കാസ. അവൻ ആ ഒരു സങ്കടത്തില് ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആയിരിക്കുമ്പോഴേക്കും ആ അവസരം മുതലാക്കിയതേ ഇപ്പൊ റിൻ അവൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി താനുമായി അടുത്തു എന്ന രീതിയിൽ ഒരു സാഹചര്യം വരുത്തി വെക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനൊന്നും ഇവർക്കിടയിൽ സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി രാത്രി എന്താണ് നടന്നതെന്ന ആ ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് കാസ എത്തുമ്പോൾ അത് മുതലാക്കാനായിട്ടാണ് റിൻ ഇപ്പൊ ശ്രമിക്കുന്നത്. റിൻ അങ്ങനെ കാസയെ ചോൻ അകറ്റുന്ന ഈ ഒരു ഗ്യാപ്പിന് കാസയുമായി അടുക്കാനായി നോക്കുന്നുണ്ട്. കാസയുടെ മനസ്സിൽ അപ്പോഴും ചോനാണ്. പക്ഷെ ചോൻ ചായത്തിന് തന്റെ മകനെ രക്ഷപ്പെടുത്താനായി നോക്കി കാഴ്ച നഷ്ടപ്പെട്ടല്ലോ എന്ന ആ ഒരു കാര്യം അവളുടെ മനസ്സിൽ ഭയങ്കര ഒരു സിമ്പതി കണക്കൊക്കെ തോന്നി ചായത്തിനെ കെയർ ചെയ്താണ് അവളിപ്പോ നടക്കുന്നത്. ചായത്തിനോട് പ്രണയമല്ല അവൾക്ക്, ഒരു സിമ്പതിയുടെ പുറത്ത് അവന്റെ കാര്യങ്ങൾ അവൾ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും ഈ ഒരു ടീം ആക്ച്വലി ചായത്താകട്ടെ സത്യത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അഭിനയിക്കുകയാണ്. കാരണം കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് അവൻ പരിക്കേറ്റ് ഹോസ്പിറ്റലിലായപ്പോഴാണ് തന്റെ കുഞ്ഞല്ല ആ ഒരു കാര്യം എന്ന വാർത്ത അവൻ അറിയുന്നത്. എന്തായാലും അതോടുകൂടി ചോനെ തനിക്ക് നഷ്ടമാവും, റിന്നിനെയും അകറ്റിയല്ലോ, അപ്പൊ ഇനി തനിക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവൻ ആ ഒരു ടൈം ചോനിനെ തന്നിലേക്ക് എത്തിക്കാനായി കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിനയം ആരംഭിച്ചതായിരുന്നു. അത് പക്ഷേ ചോനിനോ മറ്റുള്ളവർക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ ചോനിന് വീണ്ടും വല്ലാതെ വോമിറ്റിംഗും ഒക്കെ കൂടി വരുമ്പോൾ അവൾ അന്ന് അവർ ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നെങ്കിലും ആ റിപ്പോർട്ടൊന്നും പിന്നെ മേടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ പ്രശ്നങ്ങളും തിരക്കൊക്കെ ഇപ്പൊ വീണ്ടും കൺസൾട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ആ റിപ്പോർട്ട് പോസിറ്റീവ് ആയിരുന്നു കാണിച്ചത്. അവൾ പ്രഗ്നന്റ് ആണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തെ വളർച്ചയുണ്ട് കുഞ്ഞിന് എന്ന കാര്യങ്ങൾ അറിയുമ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചപ്പോൾ അതിൽ നെഗറ്റീവ് ആണ് റിസൾട്ട് കാണിച്ചത്. ആ കിറ്റ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരണമെന്നില്ല. എന്തായാലും ഇനിയിപ്പോ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാനുള്ള ടൈം പോലും കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ വളർത്തുക എന്നല്ലാതെ തന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന കാര്യം ചോനിന് മനസ്സിലാവുന്നുണ്ട്. അവൾ പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ കാസയോട് പറയാനേ നിൽക്കുന്നില്ല. മറിച്ച് അവൾ കച്ചയെ ചെന്ന് കണ്ട് എനിക്ക് ഈ നാട്ടിൽ നിന്നും മാറിപ്പോണം, എനിക്ക് അതിനുവേണ്ടി ചില ഹെൽപ്പ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നതും ചോൻ ഭയങ്കരമായി സങ്കടപ്പെടുമ്പോൾ കച്ച അവളെ ആശ്വസിപ്പിക്കുന്നതും കച്ച ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവന്റെ പുറകിനുണ്ടായിരുന്ന ഏതോ ഒരു പാപ്പരാസി കാണുകയും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവർ തമ്മിൽ റിലേഷനിലാണെന്ന രീതിക്കൊക്കെ ഭയങ്കരമായി റൂമർ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ചോനിന്റെ അനിയത്തി മെയ്ക്ക് അവൾ കോണിന് വേണ്ടി ഓരോ ലഹരിമരുന്ന് ഇടപാടും അതിന്റെ കാര്യങ്ങളും ഒക്കെ നടത്തി ആകെ പ്രശ്നത്തിലാവുന്നുണ്ട്. ആക്ച്വലി തോൺ പോലും ഇവളെ കാര്യം കാണാൻ മാത്രം ഉപയോഗിച്ചിരുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഊരിപ്പോരാനായി അവൾക്ക് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവൾ പെടുന്നുണ്ട്. അല്ലെങ്കിലും തെറ്റായ ബന്ധങ്ങൾ പലപ്പോഴും ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളിലായിരിക്കും നമ്മൾ അവസാനം കൊണ്ട് നിർത്തുക. അതുകൊണ്ട് ആദ്യം മുതലേ ശ്രദ്ധയോടുകൂടി അത്തരം ഒരു ബന്ധത്തിലും ചാടാതിരിക്കുന്ന, അത്തരം ഒരു തെറ്റായ കാര്യങ്ങളും ചെയ്യാതിരിക്കാനായുള്ള ജാഗ്രത കാണിക്കണം. എന്തായാലും അവളാകെ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുന്ന അവളെ ഇഷ്ടമുള്ള ഇവരുടെ ഒക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടി ആയ ലീ അവളെ ഹെൽപ്പ് ചെയ്യാനായി മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മെയ് ആകട്ടെ കോണിന്റെ അടുത്തേക്ക് ചെന്ന് അയാൾ അവളെ തന്നെ കൊടുക്കാൻ നോക്കിയത് കൊണ്ട് അയാളെ വെറുതെ വിടില്ലെന്നും അയാൾ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളുടെയും തെളിവ് അവളുടെ കയ്യിലുണ്ടെന്നും അത് പുറത്തു വിടണമെങ്കിൽ കാശ് വേണമെന്നും പറഞ്ഞ് വലിയൊരു തുക ആവശ്യപ്പെടുന്നുണ്ട്. അയാളാകട്ടെ നൈസായി അവളെ ആ കാശ് കൊടുക്കാതെ മാരകമായി ഉപദ്രവിച്ചു വിടുന്നു. അങ്ങനെ വളരെ മാരകമായി പരിക്കേറ്റ അവൾ ചോനിന്റെയും ലീയുടെയും അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ലീ അവളോട് നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ, ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളാകട്ടെ എനിക്ക് തെറ്റുപറ്റി, പക്ഷെ അയാളെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ അവൾ ശേഖരിച്ച തെളിവുകൾ അവളുടെ ഫോണിൽ മാത്രമാണ് ഉണ്ടെന്ന് കരുതി അയാൾ അതൊക്കെ നശിപ്പിച്ചിരുന്നു. പക്ഷെ അവൾ അതിന്റെയൊക്കെ ഹാർഡ് കോപ്പി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ചോനെ ഏൽപ്പിക്കുന്നുണ്ട്. തോൺ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും ഒക്കെ എതിരെയായി അവൾ സൂക്ഷിച്ചു വെച്ച തെളിവുകളൊക്കെ തന്നെ. അപ്പോഴേക്കും ചായത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ ശേഷം അവൻ അങ്ങനെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്ന അറിയില്ലല്ലോ. അങ്ങനെ ശരിക്കും കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച ശേഷം
ചായുത്തിനെ എങ്ങനെങ്കിലും ഇല്ലാണ്ടാക്കി ആ ഒരു കുറ്റം കാസയുടെ തലയിലിട്ട് ഇവരെ അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഒഴിവാക്കി സ്വത്തെല്ലാം കൈക്കലാക്കണം എന്നതാണ് ഇപ്പോ കോണിന്റെ ലക്ഷ്യം. അതിനായി ചായത്തിനെ പടിയിൽ നിന്ന് തള്ളിവിട്ട് അവൻ താഴെ വീഴുമ്പോൾ മാരകമായി ഉപദ്രവിക്കുന്നുണ്ട്. ചായത്തിന് അപ്പൊ കണ്ണു കാണാമെങ്കിലും അവൻ പക്ഷെ അടിയിടിയും കൊണ്ടു കിടക്കുന്നതല്ലാതെ അതിനെതിരെ പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവൻ സാരമായി പരിക്കേറ്റു. ഇപ്പൊ ദേ ആ കാര്യം അറിഞ്ഞ് ചായത്തിന്റെ അമ്മ അവനെ ആരോ ഉപദ്രവിച്ചു, അവൻ ആകെ പാടെ പരിക്കേറ്റിരിക്കുകയാണ് എന്നറിഞ്ഞ് ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും തോൺ ഇതെല്ലാം ചെയ്തത് കാസയാണെന്ന് പറഞ്ഞ് കാസയ്ക്കെതിരെ അമ്മയുടെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി തന്റെ ഹസ്ബൻഡിന്റെ ഇല്ലീഗൽ സണ്ണാണ് കാസ എന്ന ഒരു കാര്യത്തിൽ കാസയെ കണ്ടുകൂടാത്ത തോണിന്റെയും ചായത്തിന്റെയും അമ്മ ഇതും കൂടി കേൾക്കുമ്പോൾ കാസയ്ക്കെതിരെ ഭയങ്കര കലി തുള്ളിയിരിക്കുകയാണ്. ആക്ച്വലി സാരമായി പരിക്കേറ്റ ചായത്ത് പിന്നീട് മരിച്ചു എന്നാണ് അറിയുന്നത്. ഇതറിയുമ്പോ മെയ് ആകെ പാടെ തകർന്നു പോകുന്നുണ്ട്. ചായത്ത് ഉണ്ടായിരുന്നപ്പോ ചായത്തിനെ വേണ്ടാന്നും ഇഷ്ടമല്ലെന്നും ഒക്കെ അങ്ങനെ പല കൺഫ്യൂസ്ഡ് ആയ സ്റ്റേറ്റിലൂടെ അവൾ കടന്നു പോയെങ്കിലും ഇപ്പൊ അവൻ മരിച്ചു എന്ന് അറിയുമ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നു. അവൾ അങ്ങനെ അവന്റെ ഫോട്ടോയിൽ നോക്കി പൊട്ടിക്കരയുന്നതൊക്കെ കാണുന്ന അവളുടെ അച്ഛൻ അതൊന്നും നോക്കി നീ ഇനി കരയണ്ട, നീ ആ കുടുംബത്തിൽ ആരെങ്കിലും കെട്ടി അവിടുത്തെ ഒരു അവകാശി ആവണമെന്നേ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും ഇനിയിപ്പോ കാസുണ്ടല്ലോ നീ അവനെ കെട്ടിയാൽ മതി എന്നല്ല അച്ഛൻ പറയുമ്പോഴൊക്കെ അവൾ ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കാസയെ തന്റെ കയ്യിലുള്ള മയക്കുമരുന്ന് വെച്ച് കുടിക്കുകയും ഒപ്പം ചായത്തിനെ കൊന്നത് കാസയാണെന്ന് വരുത്തി തീർത്തും പോലീസ് കസ്റ്റഡിയിലാക്കാനായി കോണിന് സാധിക്കുന്നു. കാസ അങ്ങനൊന്നും ചെയ്യില്ല എന്നറിയാവുന്ന ചോനാകട്ടെ വേഗം തന്നെ കാസയെ ചെന്ന് കണ്ട് തന്റെ കയ്യിൽ കോണിനെതിരെയുള്ള തെളിവുകളെ പറ്റി പറയുമ്പോൾ അത് പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെ കാസ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് ശേഷം ചായത്തിനെ കൊന്നു എന്ന പേരിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കാസ പുറത്തേക്ക് എത്തുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ചായത്ത് മരിച്ചിട്ടില്ല. കോണിനെ കൊടുക്കാനായി കാസയുടെ അറിവോടുകൂടി തന്നെ ചായത്താകട്ടെ മരിച്ചു എന്ന രീതിക്ക് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായി ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ചായത്തിനെ കൊല്ലാൻ നോക്കിയതിനും ഒപ്പം തന്നെ ജോൺ സബ്മിറ്റ് ചെയ്ത ആ കാര്യങ്ങളും കോൺ ചെയ്തതാണെന്ന് അന്വേഷിച്ചു കണ്ടെത്തി. അതിനുവേണ്ടി കോണിനെ കസ്റ്റഡിയിൽ എടുക്കാനായി പോലീസ് വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ജോണിന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് കോൺ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ടീം കാസ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി കോണിനെ ചേസ് ചെയ്ത് പോവുകയും അങ്ങനെ അവിടെ വെച്ച് നടക്കുന്ന പ്രശ്നത്തിനിടയിൽ കാസയെ വെടിവെക്കാനായി നോക്കി ആ വെടി സ്വന്തം ശരീരത്ത് കൊണ്ട് കോൺ അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് കുഞ്ഞിനെ സേഫായി ചോണിനെ ഏൽപ്പിക്കാനായി കാസയ്ക്ക് സാധിക്കുന്നു. കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്നതിന് ചോൺ നന്ദി പറയുമ്പോ എന്തിനാ നന്ദി, അവൻ എന്റെ മകനല്ലേ എന്ന് കാസ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വീണ്ടും തന്നിൽ നിന്ന് ചോൺ പ്രഗ്നന്റ് ആയിരിക്കുന്നു എന്ന കാര്യം, അവൾ ഗർഭിണിയാണെന്ന കാര്യം ഒന്നും തന്നെ കാസയ്ക്ക് ഇപ്പോഴും അറിയില്ല. ചോൻ അത് പറഞ്ഞ് വീണ്ടും അവന്റെ ലൈഫിലേക്ക് പോകാൻ നിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടുകാര് ആഗ്രഹിച്ച രീതിയിൽ റിന്നിന്റെയും കാസയുടെയും കല്യാണം നടത്താനേ ഒരുങ്ങാണ്. പക്ഷെ ആ ഒരു നിമിഷം കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേക്കും റിന്നിന്റെ മനസ്സ് മാറുന്നു. അവൾ ഇതിന്റെ ഇടയിൽ ചോൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ചോനിന്റെ ചില ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ അവൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ കാര്യം അപ്പൊ ഉള്ളിൽ വെച്ചെങ്കിലും ഇപ്പോ എല്ലാവരുടെ മുന്നേ അത് തുറന്നു പറയാണ്. കാസയോട് വേഗം ഇവിടം വിട്ട് പോകാനായി നിൽക്കുകയാണ് ചോൻ. അവളെ അങ്ങനെ വിട്ട് കളയരുത്, അവളാണ് നിന്റെ കൂടെ ജീവിക്കേണ്ടത്, ഞാനല്ലാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റിന്നിന്റെ അച്ഛൻ അവളെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മകളെ അല്ല, നിങ്ങൾ ഇനി എന്നെ അങ്ങനെ കാണുകയും വേണ്ട, സ്വന്തം മകളുടെ ജീവിതം വെച്ച് ബിസിനസ് ചിന്തകൾ മാത്രമായി നിൽക്കുന്ന നിങ്ങളോട് എനിക്കിനി സംസാരിക്കാനും താല്പര്യമില്ല. നിങ്ങളുടെ മകളായി ഞാൻ ഇനിയില്ല. ഇനി ഞാൻ ആരുടെ കൂടെ ജീവിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അങ്ങനെ ഇവിടം വിട്ട് പോകാനായി ഒരുങ്ങിയിരുന്ന ചോൻ അവളുടെ യാത്ര പുറപ്പെടും മുന്നേ കച്ച ചെന്ന് തടയുന്നുണ്ട്. അവളെയും കുഞ്ഞിനെയും ഒരിക്കലും അവന് മനസ്സിൽ നിന്ന് മറക്കാനായി സാധിക്കില്ല. അവളായിട്ട് അവന്റെ ലൈഫിൽ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ കാര്യങ്ങൾ ഇങ്ങനെ ആയതാണ്. ഇപ്പൊ അവൾ വീണ്ടും അവന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ അവൻ എങ്ങനെ വിട്ടുകളയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവരിവിടെ ഒന്നിക്കുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ റിൻ അവളെ ഇട്ട് പെടാപ്പാട് പെടുത്തി അവളുടെ ഫാമിലിയിൽ നിന്നൊക്കെ അകന്ന് തനി അവളുടെ ലൈഫ് ലീഡ് ചെയ്യാണ്. ചായത്തുമായി അവൾക്ക് കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ചായത്ത് അവളെ തേടി എത്തിയിരിക്കുകയാണ്. രണ്ടുപേരുടെ മനസ്സപ്പോഴേക്കും എല്ലാം കലങ്ങി തെളിഞ്ഞ് ക്ലിയർ ആയിരുന്നു. പക്ഷേ ഒന്നിച്ച് വീണ്ടും എടുത്തു ചാടിയ ഒരു റിലേഷൻ അവർ തയ്യാറല്ല. ടൈം കൊടുത്ത് എല്ലാം അതിന്റെ വഴിക്ക് പതിയെ മുന്നോട്ട് പോകട്ടെ എന്നതാണ് അവരുടെ തീരുമാനം. അങ്ങനെ ഇവരുടെ വീട്ടിലിപ്പോ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് നന്നായിരിക്കുകയാണ്. ഈ രണ്ടമ്മമാർക്കും ഇടയിൽ ഇപ്പോ ഒരു പ്രശ്നവുമില്ല. കാരണം പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചുമാണ് ജീവിക്കേണ്ടതെന്ന് അവരുടെ മക്കളുടെ ലൈഫിലൂടെ അവർക്കിപ്പോ മനസ്സിലായിരിക്കുന്നു. കാരണം ഇവരുടെ സ്വന്തം മകനാണല്ലോ അവരുടെ തന്നെ ഇളയ മകനെ അല്ലെ അവന്റെ സഹോദരനെ തന്നെ കൊല്ലാനൊക്കെ നോക്കിയത്. പക്ഷെ ആ സമയത്തും രക്ഷകനായി എത്തിയത് അവർ തള്ളിക്കളഞ്ഞ കാസയായിരുന്നു. അങ്ങനെ ഇവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പൊ ചോനും കാസയ്ക്കും ഒരു ഇളയ കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, ഒരു പെൺകുഞ്ഞ്. അങ്ങനെ അവർ ഹാപ്പി ഫാമിലിയായി മുന്നോട്ട് ജീവിക്കുന്നു. കൂട്ടത്തിൽ ഉടനെ തന്നെ ഒന്നിച്ചൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി
ചായുത്തും റിന്നും മേയും അവളുടെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് നേരായ രീതിക്ക് ഇപ്പോൾ അവളുടെ ലൈഫ് ലീയുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞ് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇതൊരു തായ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ഇന്ത്യൻ സീരിയലുകളിൽ കാണുന്ന കണക്ക് എല്ലാവിധ പ്രശ്നങ്ങളും കൊനിഷ്ഠ പരിപാടികളും ഏറെക്കുറെ ഇതിൽ നന്നായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു ഡ്രാമ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.